നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. പാഠത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഡയറി കുറിപ്പാണ് അല്ലേ. ആ ഡയറി കുറിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന ലഹരി ബോധവൽക്കരണ ക്ലാസ്സിനെ പറ്റിയാണ്. ഷാജി എന്ന് പറയുന്ന ഒരു ഡോക്ടർ എടുത്ത ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ ഈ MDMA, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ കഞ്ചാവ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ലെ, കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഇതുണ്ടാകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ മാഫിയ കൂടുതലായി ശ്രദ്ധിക്കുന്നത് കുട്ടികളിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ചാപ്റ്ററിനകത്ത് ഈ ഒരു ഭാഗം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പഴയ പുസ്തകത്തിൽ ഇങ്ങനെ മദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്നിനെക്കുറിച്ചൊന്നും ഒരു ലേഖനം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പുസ്തകത്തിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗം ഉൾപ്പെടുത്താൻ അവർ പ്രേരിതരായിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിൻ വഴി സമൂഹത്തെയും സമൂഹം വഴി നമ്മുടെ രാജ്യത്തെ വരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾക്കും ഒരു യോദ്ധാവാകാം. എന്താവാകാം? ഒരു യോദ്ധാവാകാം. അങ്ങനെയാണ് യോദ്ധാവ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അവിടത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാൻ വേണ്ടി ഒരു നമ്പരും അവിടെ കൊടുത്തിട്ടുണ്ട്. 9995966666. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും പരിസര പ്രദേശത്ത് ഇതിന് കച്ചവടം ഉണ്ടെന്നോ ഒക്കെ നമ്മൾ വിളിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വളരെ രഹസ്യമായിട്ട് തന്നെ എന്ത് ചെയ്യും? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ ഈ ഡയറി കുറിപ്പ് നമുക്ക് മനസ്സിലായി, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായി. അപ്പോൾ ഇവിടെ ആരോഗ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മളിനി കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് ആരോഗ്യം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ. Health is a complete state of physical, mental and social well-being. It means not merely the absence of disease or infirmity. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതയാണ് ആരോഗ്യം. അതല്ലാതെ രോഗമില്ലാത്ത അവസ്ഥയോ വൈകല്യമില്ലാത്ത അവസ്ഥയോ എന്നല്ല ആരോഗ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥം. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യം വേണം, മാനസികമായിട്ട് നമ്മൾ ആരോഗ്യമുള്ളവനായിരിക്കണം, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് നമുക്ക് എന്തോ വേണം? ആരോഗ്യമുണ്ടായാൽ മാത്രമേ WHO ഡെഫിനിഷൻ പ്രകാരം ആരോഗ്യം എന്നുദ്ദേശിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരോഗ്യം എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി ഈ ലഹരി വസ്തുക്കൾ മാത്രമാണോ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? അല്ല, അല്ലേ. പ്രതികൂലമായി ബാധിക്കുന്ന മറ്റു കുറേ ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അസുഖം വരാൻ വേറെ കുറേ കാരണക്കാരുണ്ട് അല്ലേ. ഒന്നാമത്തെ പാത്തജൻ, രോഗാണുക്കൾ ഒരു കാരണമാണ് അല്ലേ. പാത്തജൻ മൂലം ഉണ്ടാകാം. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ, പോഷകക്കുറവ് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവാം. ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് അല്ലേ, ജനറ്റിക് ഡിസീസ്, പാരമ്പര്യ രോഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ പാത്തജൻ മൂലമോ മാൽ ന്യൂട്രീഷൻ മൂലമോ ജനറ്റിക്സ്, പാരമ്പര്യമായിട്ടോ ഒക്കെ നമ്മുടെ ഹോമിയോസ്റ്റാസിസിൽ, അതായത് ആന്തരസംസ്ഥിതിയിൽ, നമ്മുടെ ശരീരത്തിലെ ആന്തരസംസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? രോഗം അഥവാ ഡിസീസ് എന്ന് വിളിക്കും. ഇനി രോഗത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ, പാത്തജൻസ്, രോഗാണുക്കൾ ഏതൊക്കെ വഴി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം? സ്കിന്നിലൂടെ പ്രവേശിക്കാം, ആഹാരത്തിലൂടെ പ്രവേശിക്കാം, മൂക്കിലൂടെ പ്രവേശിക്കാം, കണ്ണിലൂടെ പ്രവേശിക്കാം. ഇങ്ങനെ പല വഴി നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ സംശയം കണ്ടോ, നമ്മൾ കുറേ രോഗാണുക്കൾക്ക് മധ്യത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് എല്ലാ രോഗങ്ങളും നമുക്ക് ബാധിക്കുന്നില്ല, നമ്മളിലേക്ക് വരുന്നില്ല? അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻ. ശരീരത്തിൻ്റെ കഴിവാണ് എന്തിനുള്ളത്? പ്രിവെൻറ്റ് ചെയ്യുക, തടയുക. എൻട്രി ഓഫ് പാത്തജൻ, രോഗാണുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനുള്ള ശരീരത്തിൻ്റെ കഴിവ്. അതല്ലെങ്കിൽ ശരീരത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി. ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ്. കയറിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുക, കയറാതെ തടയുക, കയറിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി. അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്നും. സഹജ പ്രതിരോധമെന്നും ആർജിത പ്രതിരോധമെന്നും. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, സഹജ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ദ നാച്ചുറൽ ഇമ്മ്യൂൺ മെക്കാനിസം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ബോഡി ബൈ ബർത്ത്.
നമ്മുടെ ജനനത്തിലൂടെ തന്നെ നമ്മളുടെ ശരീരത്തിനകത്ത് ലഭിക്കുന്ന പ്രതിരോധ സംവിധാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധം എന്ന് പറഞ്ഞാലോ, ദിസ് ഈസ് ദ ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത്. ജനനത്തിന് ശേഷം നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത പ്രതിരോധമെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് നോക്കാം? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കാം. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനകത്ത് 2 തലങ്ങളാണുള്ളത്. പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. സിമ്പിളാണ്. പ്രാഥമിക തലം അല്ലെങ്കിൽ പ്രൈമറി ലെവൽ എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ കയറുന്നത് തടയുന്നു. അപ്പം രോഗാണുക്കൾ കയറുന്നത്, പാത്തജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ആ പ്രിവെൻറ്റ് ചെയ്യാൻ വരുന്ന സാധനങ്ങളാണ് ഇതിൽ വരുന്നത് പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി അഥവാ പ്രാഥമിക തല പ്രതിരോധത്തിൽ വരുന്നത്. അതിന് കുറച്ച് എക്സാമ്പിളും അത് എവിടെയൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ കൊടുത്തേക്ക് നോക്കി, ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം. അതെവിടെയൊക്കെ കാണുന്നുണ്ട്? നമ്മുടെ സലൈവ ഉമിനീരിനകത്തും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുനീർ ടീറിനകത്തുമൊക്കെ ആരെ കാണാം? ലൈസോസൈം. ഇനി രണ്ടാമത് കൊടുത്തിട്ടുണ്ട് ട്രക്കിയ, നമ്മുടെ ശ്വാസനാളത്തിനകത്തെ സീലിയകൾ. ഈ സീലിയകൾ ചൂലിൻ്റെ പണിയാണ് ചെയ്യുന്നത്. ട്രക്കിയയ്ക്ക് അതോടെ തൂത്ത് കളയുക, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ സ്കിന്നിനകത്ത്, ത്വക്കിനകത്ത് സ്വെറ്റ്, വിയർപ്പുമുണ്ട്. സേബം, സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സേബവുമുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളും ഈ പ്രൈമറി ലെവലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ബാക്ടീരിയകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുണ്ട്, ദഹനപഥം, ആഹാരം പോകുന്ന വഴിയുണ്ടല്ലോ. അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ്, മൂത്രപഥത്തിലുമൊക്കെ കാണാം. പിന്നെ നമ്മുടെ ചെവിക്കകത്ത് കാണപ്പെടുന്ന കർണമെഴുക്, അതും ഇതിനുദാഹരണമാണ്. മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, ഇതാണ് ശ്ലേഷ്മവും ശ്ലേഷ്മസ്തരവും. അതെവിടെയൊക്കെയുണ്ട്? നോസിനകത്തും കാണപ്പെടുന്നുണ്ട്, ശ്വാസകോശം ലങ്സിനകത്തും കാണപ്പെടുന്നുണ്ട്. ഇനി സ്റ്റൊമക്കിനകത്ത്, ആമാശയത്തിനകത്ത് കാണപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl. ഇനി മ്യൂക്കസും മ്യൂക്കസ് മെംബ്രെയിനും എവിടെയും ഉണ്ടെന്ന് പറയാം നമുക്ക്. നമ്മുടെ യൂറിനറി ട്രാക്റ്റിലുമുണ്ട്, അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനകത്തും കാണപ്പെടുന്നുണ്ട് അല്ലേ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നതിന് പേര് വരാനുള്ള കാര്യം എന്താ? വലിപ്പം കൊണ്ടാണ് അല്ലേ. നീളത്തിൻ്റെ കാര്യത്തിൽ ആരാ കൂടുതൽ? ചെറുകുടലിനാണ് നീളം കൂടുതൽ, പക്ഷേ വണ്ണം കുറവാണ്. ചെറുകുടൽ 5 മുതൽ 6 മീറ്റർ വരെയാണ് ചെറുകുടലിൻ്റെ നീളം, പക്ഷേ എന്തില്ല? വണ്ണമില്ല. അതുകൊണ്ടാണ് അവനെ ചെറുകുടലെ എന്ന് വിളിച്ചത് കേട്ടോ. സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് അവന് പേര് വരാൻ കാര്യം. ഇനി പ്രാഥമിക തലം അല്ലേ, നമ്മുടെ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയും തകർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു രോഗാണു പ്രവേശിക്കുമ്പോൾ നമ്മുടെ അടുത്ത ഡിഫൻസ് മെക്കാനിസം ഉണരും. അതിനെയാണ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി, അതാ ദ്വിതീയ തല പ്രതിരോധം എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. നമുക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ലൂക്കോസൈറ്റ്സ് അഥവാ ശ്വേത രക്താണു എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്ത് വിളിക്കാറുണ്ട്? വെളുത്ത രക്തകോശങ്ങൾ എന്ന് വിളിക്കുന്ന ആൾ. അപ്പോൾ ഇതിനകത്ത് 5 പേരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് വൈറ്റ് ബ്ലഡ് സെൽസിൽ അല്ലേ. ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംബോസൈറ്റ്. ഇവിടെ ലിംബോസൈറ്റ് ഇല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ലിംബോസൈറ്റ് ഇല്ല. ഇതിനകത്ത് ആരേ വരുന്നുള്ളൂ? ബാക്കി 4 പേരേ വരുന്നുള്ളൂ. ലിംബോസൈറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉണ്ട് അങ്ങോട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കി 4 പേരും ഏത് രോഗമാണ് വന്നാലും അതിനെ നശിപ്പിക്കും. കോമൺ ആണ്, പൊതുവായിട്ടുള്ള പ്രതിരോധമാണ് ഇവൻ്റെത്. പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷേ ലിംബോസൈറ്റുകൾ അങ്ങനെയല്ല. പ്രത്യേകം ശക്തരായ ചില രോഗാണുക്കളുണ്ട്, അവർക്കെതിരെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ ഇന്ന ആൾ അല്ലെങ്കിൽ വന്നൊരു രോഗാണു വന്നു അവനെ കൊന്നിട്ട് വരാം, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ശക്തനായ രോഗാണുക്കൾക്കെതിരെയാണ് ലിംബോസൈറ്റ് മിക്കപ്പോഴും എന്ത് ചെയ്യാറുള്ളത്? പ്രവർത്തിക്കാറ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഓരോന്നിനെക്കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ന്യൂട്രോഫിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ പണി? ന്യൂട്രോഫിലിൻ്റെ പണി. വിഴുങ്ങുക. അതിനെയാണ് എൻഗൾഫ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? എൻഗൾഫ് എന്ന് വെച്ചാൽ എന്താ? വിഴുങ്ങുക. അപ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ് ആര്? ന്യൂട്രോഫിൽ. രോഗാണുക്കളിൽ ആരെയാണ് പ്രധാനമായിട്ട്? ബാക്ടീരിയ. അതിനുശേഷം അവൻ എന്തു ചെയ്യും? പ്രൊഡ്യൂസ് കെമിക്കൽ എഗെയിൻസ്റ്റ് പാത്തജൻ. രോഗാണുക്കൾക്കെതിരെ എന്തു ചെയ്യും? രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതാരുടെ പണിയാ? ന്യൂട്രോഫിലിൻ്റെ പണി. ന്യൂട്രോഫിലിൻ്റെ പണി എന്താ? ഇറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ബാക്ടീരിയ. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് കെമിക്കൽ എഗെയിൻസ്റ്റ് പാത്തജൻ. രോഗാണുക്കൾക്കെതിരെ കെമിക്കൽ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി രണ്ടാമത് പഠിക്കാനുള്ളത് ഈസ്നോഫിലിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്രലൈസസ് കെമിക്കൽസ് റിലീസ് വെൻ ദെയർ ഈസ് ആൻ അലർജി, ഡിസ്ട്രോയ് പാരസൈറ്റ്സ്. അലർജി ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു.
അതുപോലെ തന്നെ പരാതങ്ങളെ, അല്ലേ, നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊരു പാരസൈറ്റുകൾ ജീവിക്കുന്നുണ്ട്, അവരെയൊക്കെ നശിപ്പിക്കുന്നതും ആരുടെ പണിയാണ്? ഈസ്നോഫില്ലിൻ്റെ പണിയാണ്. ഇനി അടുത്തതായി വരുന്നത് മോണോസൈറ്റ്. അപ്പോൾ ന്യൂട്രോഫിലിനെ പോലെ തന്നെ മോണോസൈറ്റും എങ്ങനെയാണ്? വിഴുങ്ങിയാണ് നശിപ്പിക്കുന്നത്. അവിടെ ബാക്ടീരിയ മാത്രമല്ല, എല്ലാ ഫോറിൻ സബ്സ്റ്റൻസിനെ, അന്യവസ്തുക്കളെ ഇവൻ എന്തോ ചെയ്യും? വിഴുങ്ങും. അതാ പറഞ്ഞേക്കുന്നത്. മോണോസൈറ്റ് എന്താണ്? ഇറ്റ് എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ് ഫോറിൻ സബ്സ്റ്റൻസ്. അന്യവസ്തുക്കളെ എല്ലാം വിഴുങ്ങി നശിപ്പിക്കും, ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള മരിച്ചുപോയ മൃതകോശങ്ങളുണ്ടല്ലോ, ഡെഡ് സെൽസ്, അതിനെയും വിഴുങ്ങി അങ്ങ് നശിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യുകയും ചെയ്യും? മറ്റുള്ള ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോ, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, അവരെ എല്ലാം എന്ത് ചെയ്യും? പോയി ഉദ്ദീപിക്കും. പോയി പണി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. പോയി കൊന്നോ, രോഗാണുക്കൾ വരുന്നുണ്ട്, പോയി കൊല്ലെന്നും പറഞ്ഞ് തട്ടി വിടുന്ന പണിയും ആർക്കുണ്ട്? മോണോസൈറ്റിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 പേരാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ആരൊക്കെയാ? ന്യൂട്രോഫിലും മോണോസൈറ്റും. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. എന്താ വിളിക്കുന്നത്? ഫാഗോസൈറ്റുകൾ. ഫാഗോ എന്ന വേർഡിനർത്ഥം ടു എൻഗൾഫ്, സൈറ്റ് എന്ന് വെച്ചാൽ കോശം, വിഴുങ്ങുന്ന കോശം. ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ബേസോഫിൽ. ഇറ്റ് പ്രൊഡ്യൂസ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9ൽ നമ്മുടെ കിഡ്നിയുടെ ഹീമോഡയാലിസിസ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ആ യൂണിറ്റിലേക്ക് ഹെപ്പാരിൻ ചേർക്കും. ബ്ലഡ് കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഹെപ്പാരിൻ ചേർക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രക്തം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ശരീരത്തിന് പുറത്തിറങ്ങിയാലും ശരീരത്തിൽ കിടന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? രക്തം നമ്മുടെ കൈയൊക്കെ മുറിച്ച് കുറച്ച് കഴിഞ്ഞ് വെളിയിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതും കട്ട പിടിക്കും കുറച്ച് കഴിയുമ്പോൾ, അല്ലേ? പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് രക്തം എന്തുകൊണ്ട് കട്ട പിടിക്കുന്നില്ല? കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനകത്ത് രക്തത്തിനകത്ത് ആരുണ്ട്? ഹെപ്പാരിൻ ഉണ്ട്. അപ്പോൾ ആ ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ബേസോഫില്ലാണ്. ഓക്കെ. അപ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ വിച്ച് പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ടിങ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന കാര്യമല്ല പറയണത്. നമ്മുടെ ശരീരത്തിനകത്ത് രക്തം ഇങ്ങനെ നോർമലായിട്ട് 5-6 ലിറ്റർ രക്തമുണ്ട് നമ്മുടെ ശരീരത്തിൽ. 5 to 6 ലിറ്ററാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രക്തം. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. ഇനി ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന സാധനം എന്തിനെ സഹായിക്കുന്നത്? ഇൻഫ്ലമേഷൻ ഇൻ കേസ് ഓഫ് അലർജി. ഏതാണ്? ഈ അലർജിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീങ്ങൽ പ്രതികരണത്തിന് കാരണക്കാരനാകുന്ന ആളാണ് ആര്? ഹിസ്റ്റാമിൻ. അപ്പം അതിൻ്റെ പ്രൊഡക്ഷനും ആര് സഹായിക്കും? നമ്മുടെ ബേസോഫിൽ. അപ്പം ബേസോഫിൽ ആരെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഹെപ്പാരിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഹിസ്റ്റാമിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹെപ്പാരിൻ എന്തിനെ സഹായിക്കും? ആ രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സഹായിക്കും. എന്നാൽ നമ്മുടെ ഹിസ്റ്റാമിൻ ആണെങ്കിലോ വിച്ച് കോസ് ഇൻഫ്ലമേഷൻ ഇൻ കേസസ് ഓഫ് അലർജിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തിനു വേണ്ടി? വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ ഹിസ്റ്റാമിനെ ഉൽപ്പാദിപ്പിക്കുന്നതും ബേസോഫിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാഗോസൈറ്റോസിസ്. ഞാൻ പറഞ്ഞല്ലോ, ഫാഗോസൈറ്റ് എന്തായിരുന്നു? വിഴുങ്ങുന്ന കോശം. ഫാഗോ ടു എൻഗൾഫ്, സൈറ്റ് എന്ന് വെച്ചാൽ കോശം, അല്ലേ? വിഴുങ്ങുന്ന കോശം. അപ്പോൾ ഈ വിഴുങ്ങുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഫാഗോസൈറ്റോസിസ്. വിഴുങ്ങുന്ന കോശങ്ങളെ എന്തോ വിളിക്കും? ഫാഗോസൈറ്റുകൾ. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഫാഗോസൈറ്റോസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് പാത്തജൻ. നമ്മുടെ ഫാഗോസൈറ്റോസ് എന്ന് പറയുന്ന പ്രവർത്തനം വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കൾ, എൻഗൾഫ് വിഴുങ്ങി രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ്. ദ ബ്ലഡ് സെൽസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ഫാഗോസൈറ്റോസിസ് ആർ കാൾഡ് ഫാഗോസൈറ്റ്സ്. എന്താണ്? ഫാഗോസൈറ്റോസിൽ പങ്കെടുക്കുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഇത് ഫാഗോസൈറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഫാഗോസൈറ്റ്സിന് എക്സാമ്പിൾ? ന്യൂട്രോഫിലും പിന്നെ മോണോസൈറ്റും. ഓക്കെ. അപ്പോൾ ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ബോഡി കൊടുത്തിട്ടുണ്ട്, ഒരു മോണോസൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോഫിലിൻ്റെയോ ബോഡിയാണ് കൊടുത്തേക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എന്തൊക്കെയുണ്ട്? അതിൻ്റെ ശരീരത്തിനകത്ത് ലൈസോസോമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സെൽ ഓർഗനലയാണ്, കോശാംഗമാണ് ഇത് ലൈസോസോമുണ്ട്. അപ്പോൾ ഈ ലൈസോസോമാണ് ഇതിനകത്തൊരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ലൈസോസോമിനകത്തെ കെമിക്കലിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വിഴുങ്ങുന്ന സാധനം നശിക്കുന്നത്. ഏത് രോഗാണുവിനെയാണോ വിഴുങ്ങുന്നത്, അല്ലെ ബാക്ടീരിയ ആണോ വിഴുങ്ങുന്നത്, അവൻ നശിക്കാൻ കാരണക്കാരനായ കെമിക്കൽ എവിടെയുണ്ട്? നമ്മുടെ ലൈസോസോമിനകത്തുണ്ട്. അല്ലെങ്കിൽ അതിന് കാരണമായ എൻസൈം എവിടെയുണ്ട്? ലൈസോസോമിനകത്ത് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കി, നമ്മുടെ റിസപ്റ്റർ തുറന്ന് വിഴുങ്ങുക. കണ്ടോ? റിസപ്റ്റർ, ഗ്രാഹി എന്ത് ചെയ്യും? പാത്തജനെ അങ്ങ് വിഴുങ്ങും. വിഴുങ്ങിയിട്ട് എന്ത് ചെയ്യും? ഒരു സ്തര അറയ്ക്കകത്താക്കും, ഒരു മെംബ്രെയിൻ സാക്കിനകത്താക്കും. അതിൻ്റെ പേരാണ് ഫാഗോസോം. എന്താണ് പേര്? ഫാഗോസോം. അതായത് ഈ കയറിയ രോഗാണു ഒരു അറയ്ക്കകത്താകുമ്പം അതിനെ വിളിക്കുന്ന പേരാണെന്തെന്ന്? ഫാഗോസോം. ഈ ഫാഗോസോമും നമ്മുടെ ലൈസോസോമും കൂടെ കൂടിച്ചേർന്ന് ഫാഗോലൈസോസോം ഉണ്ടാകും. ഈ ഫാഗോലൈസോസോമിനകത്ത് പ്രവർത്തനം നടന്നിട്ട് ഈ എന്ത് ചെയ്യും? രോഗാണുവിനെ നശിപ്പിച്ച് വേസ്റ്റ് പുറന്തള്ളും. ഓക്കെ.
അപ്പം സെല്ലിനകത്ത് എന്തുകൊണ്ട് ലൈസോസോമുണ്ട്. ലൈസോസോം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരു രോഗാണു വരുന്നു. രോഗാണുവിനെ റിസപ്റ്റർ ഗ്രാഹി എന്ത് ചെയ്യുന്നു, വിഴുങ്ങി അങ്ങ് അകത്ത് കൊണ്ടുപോകുന്നു. അകത്ത് ചെന്നപ്പോൾ അവൻ്റെ പേരെന്തായി രോഗാണുവിൻ്റെ? ഫാഗോസോമായി. ഈ ഫാഗോസോമും ലൈസോസോമും കൂടെ കൂടി ചേർന്ന് എന്തായി മാറും? ഫാഗോ ലൈസോസോമായി മാറും. അതിനുശേഷം അവിടെ പ്രവർത്തനം നടന്ന് രോഗാണുവിനെ നശിപ്പിച്ച് ഇഞ്ച് പൊടിയാക്കി വെളി തള്ളും. ഇത്രയേ ഉള്ളൂ. എക്സ്പൾസ് വേസ്റ്റ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ. ഇനി ഫാഗോസൈറ്റുകൾക്ക് വേറെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. മാക്രോഫേജുകൾ, അതുപോലെ തന്നെ ഡെൻഡ്രിറ്റിക് സെൽസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ഫാഗോസൈറ്റിന് ഉദാഹരണം. അതുകൊണ്ട് മാസ്റ്റ് സെൽസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഫാഗോസൈറ്റിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പം ന്യൂട്രോഫിലുണ്ട്, മാക്രോഫേജസ് ഉണ്ട്, മോണോസൈറ്റ്സ് ഉണ്ട്, ഡെൻഡ്രിറ്റിക് സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റ് സെൽസ്. ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഫാഗോസൈറ്റ്സിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലേ. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ടു ദ ഇഞ്ചേർഡ് ഓർ ബ്രൂസ്ഡ് ഏരിയ ടു ബ്രിങ് വൈറ്റ് ബ്ലഡ് സെൽസ് ടു ഫൈറ്റ് ആൻഡ് ഇൻഫെക്ഷൻ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ചതവോ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് കൊണ്ട് കയറി. ആ കൊണ്ട് കയറുന്ന സമയത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ ചെറിയൊരു നീര് പോലെ, ഒരു തടുപ്പ് പോലെ വരും. നമ്മുടെ ഈ കൊതുകൊക്കെ കുത്തുമ്പോഴും അതിനൊരു ഉദാഹരണമാണ്. കൊതുക് കുത്തുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ തടുപ്പ് വരത്തില്ലേ? അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടത്തേക്ക് ഒരു കൊതുക് കുത്തുകയോ അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയോ അല്ലെങ്കിൽ മുട്ടുസൂചി എന്തെങ്കിലും കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ചതവുണ്ടാകുന്ന സമയത്ത് അവിടത്തേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാൻ സാധ്യത കൂടുതലാണെന്ന് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് ശരീരം എന്തോ ചെയ്യും? അവിടത്തേക്ക് രക്തത്തിൻ്റെ ഒഴുക്കങ്ങ് വർദ്ധിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ അതാ പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ടു ദ ഇഞ്ചേർഡ് ഓർ ബ്രൂസ്ഡ് ഏരിയ. അതായത് മുറിവുണ്ടായതോ അല്ലെങ്കിൽ ചതവുണ്ടായ ഭാഗത്തേക്ക് രക്തത്തിൻ്റെ ഒഴുക്ക് എന്തോ ചെയ്യും? ശരീരം കൂട്ടും. എന്തിനു വേണ്ടി? അവിടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മനസ്സിലായോ? അപ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആര് ചെല്ലും? വൈറ്റ് ബ്ലഡ് സെൽസ് അങ്ങോട്ട് ചെല്ലും. ശ്വേതരക്താണുക്കൾ കൂടുതലായിട്ട് ചെല്ലും. അതുകൊണ്ടാണ് ആ ഭാഗം എന്തായിട്ട് വരുന്നത്? ഇങ്ങനെ വീർത്ത് വരുന്നത് അല്ലെങ്കിൽ വീങ്ങലായിട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ശരീരം അങ്ങോട്ട് രക്തത്തിൻ്റെ ഒഴുക്ക് കൂട്ടുന്നത്? കൂടുമെന്ന് നമ്മൾ പറഞ്ഞു, മുറിവുണ്ടാകുമ്പോൾ അവിടെ കൂടും. അതെങ്ങനെ കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഞ്ചുറി ഉണ്ടായ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റാമിനും അതുപോലെ ചില രാസവസ്തുക്കളും കെമിക്കൽ സബ്സ്റ്റൻസും ഉൽപ്പാദിപ്പിക്കും. ഇത് രക്തക്കുഴലുകൾ വികസിക്കാൻ കാരണമാകും. എന്താ സംഭവിക്കുന്നത്? മുറിവോ ചതവോ ഉണ്ടായ ഭാഗത്തെ സെല്ലുകൾ, കോശങ്ങൾ ഹിസ്റ്റാമിൻ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ഇതിൻ്റെ ഫലമായിട്ട് രക്തക്കുഴലുകൾ വികസിക്കുകയും ചെയ്യും. അങ്ങനെ ഫലമായിട്ട് രക്തത്തിൻ്റെ ഒഴുക്ക് എന്തോ ചെയ്യും? കൂടും. ആസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്, ബ്ലഡ് സെൽസ് സച്ച് ആസ് മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽ റീച്ച് ദ ഇഞ്ചേർഡ് ഏരിയ. അവിടെ മോണോസൈറ്റും ന്യൂട്രോഫിലും മുറിവുണ്ടായ ഭാഗത്തേക്ക് ചെന്നിട്ട് ഇവർ രണ്ടിൻ്റെയും പണി എന്തുവാ? രണ്ടുപേരാ പോയേക്കുന്നത്. മോണോസൈറ്റ് ന്യൂട്രോഫിലോ പോയേക്കുന്നത്. എന്താ പണി? വിഴുങ്ങുക അല്ലേ? അവന്മാർ അവിടെ പോയിരുന്ന് ഫാഗോസൈറ്റോസിസ് നടത്തും. അതാണ് പറഞ്ഞത്, എൻഗൾഫ് ആൻഡ് ഡിസ്റ്റോയ് ദ പാത്തജൻസ്. അവർ രോഗാണുക്കളെ വിഴുങ്ങി അങ്ങ് നശിപ്പിക്കും. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ പനിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ പനി, ഫീവർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരിക്കലും ഒരു രോഗമല്ല. പനി ഒരു രോഗമാണെന്ന് ഞാൻ പറയില്ല. പനി എന്താണ്? ഒരു രോഗമല്ല. എന്താണ്? രോഗം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഏതോ ഒരു രോഗാണു പ്രവേശിച്ചിട്ടുണ്ട്, അതിനെ നശിപ്പിക്കാൻ ശരീരം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏത്? ഫീവർ അല്ലെങ്കിൽ നമ്മുടെ പനി അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂടുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ് നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഇതിൽ കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഫീവർ അല്ലെങ്കിൽ പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത്, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്കവോ, ശരീരത്തിന് വീക്കോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വൈറ്റ് ബ്ലഡ് സെൽസ് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ആ രാസവസ്തുവിൻ്റെ പേരാണ് പൈറോജൻസ്. ഓർത്തു വച്ചേക്കുക. നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും അണുക്കൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീങ്ങലുണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിനകത്തെ വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണുക്കൾ എന്ത് ചെയ്യും? ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കും, രാസവസ്തു ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ പേരാണ് പൈറോജൻസ്. ഈ പൈറോജൻസ് എന്ത് ചെയ്യും? ദീസ് ട്രിഗർ ദ ബ്രെയിൻ ടു റേസ് ദ ബോഡി ടെമ്പറേച്ചർ.
ഇവരെന്ത് ചെയ്യും? തലച്ചോറിനോട് എന്ത് കൊടുക്കും? നിർദ്ദേശം കൊടുക്കും. രോഗാണു കയറിയിട്ടുണ്ട്, എന്ത് ചെയ്തോണം? ബോഡി ടെമ്പറേച്ചർ കൂട്ടിക്കോണം, ഇല്ലെങ്കിൽ അവ നമ്മുടെ ശരീരം മൊത്തവും നശിപ്പിക്കും എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? പൈറോജൻസ് ഉൽപ്പാദിപ്പിക്കുക. ഈ പൈറോജൻസ് ആരെ ഉണർത്തും? ബ്രെയിനെ പോയി അങ്ങ് ഉണർത്തും. എന്നിട്ട് പറയും, ബ്രെയിനെ താപനില കൂട്ടിക്കോ എന്നുള്ള നിർദ്ദേശം അങ്ങ് കൊടുക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ കണ്ടോ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വീക്കമുള്ള ഭാഗത്ത് ചുവപ്പ് നിറം ഉണ്ടാകാൻ കാര്യം എന്തോ? ബ്ലഡ് വെസൽസ് രക്തക്കൊഴൽ കയറി ഡയലേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? റെഡിഷ് കളർ വന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ കൂടാൻ എന്തുവാണ് നമുക്ക് മനസ്സിലായല്ലോ. അവിടെ രോഗാണുക്കൾ വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്ന അവിടെ രാസവസ്തുക്കളെ അവിടെ ഫാഗോസൈറ്റോസിസ് ഒക്കെ ഇച്ചിരി സ്പീഡിലാവണം, വേഗത്തിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചൂടിച്ചിരി കൂടണം. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കും. അവിടെ നോക്കിയാട്ടെ, ഫ്യൂവർ ഈസ് എ കൈൻഡ് ഓഫ് ഇമ്മ്യൂൺ മെക്കാനിസം. ഫ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ്. ഹൈ ടെമ്പറേച്ചർ, എന്താണ് ഈ കൂടിയ ടെമ്പറേച്ചർ കൂട്ടുമല്ലോ ബ്രെയിൻ. അങ്ങനെ കൂട്ടുന്ന സമയത്ത് ഫാഗോസൈറ്റോസിസ് നല്ല ആക്റ്റീവ് ആവും. ഫാഗോസൈറ്റോസിസ് നല്ല രീതിയിൽ നടക്കും. ഫാഗോസൈറ്റോസിസ് ടു ഡിസ്ട്രോയ് പാത്തജൻ മോർ ക്വിക്കലി. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഫാഗോസൈറ്റോസിസ് വഴി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ പറ്റും ചൂട് കൂടുന്ന ഉടനെ. അതുപോലെ തന്നെ എൻഗൾഫിംഗ് ദം, വിഴുങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പാത്തജൻ, രോഗാണുക്കളുടെ വളർച്ചയെ നമുക്ക് തടയാൻ പറ്റും. ആൻഡ് എൻഹാൻസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അങ്ങനെ സാധിക്കും. ദിസ് ഈസ് എ സൈൻ ദാറ്റ് ദ ബോഡി ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഡിസീസ്. ചൂട് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ചെയ്യുന്നു? രോഗാണുക്കൾക്കെതിരെ യുദ്ധം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒൺസ് ദ ഇൻഫെക്ഷൻ ഈസ് ഗോൺ ദ ബോഡി ടെമ്പറേച്ചർ റിട്ടേൺ ടു ദ നോർമൽ ലെവൽ. എന്ത് ചെയ്യും? ഈ ഇൻഫെക്ഷൻ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യും? സാധാരണഗതിയിലോട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ ബോഡി ടെമ്പറേച്ചർ ഒരുപാടങ്ങ് കൂടുന്നത് നല്ലതാണോ? ഒരിക്കലുമല്ല. ബോഡി ടെമ്പറേച്ചർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് ബ്രെയിനെയും ലിവറിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പനി വരുമ്പോൾ, ചൂടൊക്കെ കൂടുമ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി മരുന്നുകൾ മേടിച്ച് ആ രോഗാണുവിനെ നശിപ്പിക്കാനുള്ള കാര്യം ചെയ്യണം. എന്നാലും എന്ത് ചെയ്യും? ചൂടും സ്വാഭാവികമായിട്ട് കുറയും. ഇനി അടുത്തത് വൂണ്ട് ഹീലിംഗ്, നമ്മുടെ മുറിവ് ഉണങ്ങുന്ന കാര്യം. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണും, എവിടെയെങ്കിലും ഒരു മുറിവിൻ്റെ പാട് കാണും. അപ്പോൾ ഈ മുറിവിൻ്റെ പാടിന് കാരണം ആ മുറിവുണ്ടായ സമയത്ത് ആ മുറിവ് ഉണക്കിയത് അവിടെ നശിച്ചു പോയ അതേ രീതിയിലുള്ള സെല്ലല്ല, അല്ലെങ്കിൽ സെയിം ടിഷ്യൂ അല്ല ആ മുറിവ് ഉണക്കിയത്. അവിടെ മുറിവ് ഉണക്കിയത് സെയിം ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, ഇതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം മുറിവിനവിടെ സ്കാർ റിമെയിൻ, അതായത് നമ്മുടെ പാട് അവശേഷിക്കുന്നെങ്കിൽ അതിന് കാരണം എന്തുവാ? അവിടെ പാട് അവശേഷിക്കാൻ കാരണം കണക്റ്റീവ് ടിഷ്യൂ ആണ് മുറിവുണക്കിയത്. ഇതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. കണക്റ്റീവ് ടിഷ്യൂ മുറിവുണക്കിയാൽ, യോജനകലകൾ മുറിവുണക്കിയാൽ മുറിവിൻ്റെ പാട് അവശേഷിക്കും. അപ്പോൾ നോക്കാം. ആസ് ബ്ലഡ് ക്ലോട്ട്സ് ആൻഡ് ഇൻഫ്ലമേഷൻ ഒക്കർ അറ്റ് ദ വൂണ്ട്, ന്യൂ ടിഷ്യൂസ് ആർ ഫോംഡ് ലീഡിങ് ടു വൂണ്ട് ഹീലിംഗ്. ഇഫ് ദ വൂണ്ട് ഹീൽഡ് വിത്ത് കണക്റ്റീവ് ടിഷ്യൂ റീപ്ലേസിങ് ദ ലോസ്റ്റ് ടിഷ്യൂ, സ്കാർ വിൽ റിമെയിൻ. അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യമല്ലേ പറഞ്ഞേക്കണേ? മുറിവിൽ രക്തം കട്ട പിടിക്കുകയും വീങ്ങലുണ്ടാവുകയും ചെയ്യുന്നതോടെ മുറിവിൽ പുതിയ കലകൾ രൂപപ്പെട്ട് മുറിവ് ഉണങ്ങുന്നു. നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായി യോജനകല കൊണ്ട് മുറിവുണങ്ങിയാൽ മുറിവടയാളം നിലനിൽക്കും. അതാണ് പഠിക്കേണ്ടത്. ഏതാ? അവസാനത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ. എന്താണ്? ഇഫ് ദ വൂണ്ട് ഈസ് ഹീൽഡ് വിത്ത് കണക്റ്റീവ് ടിഷ്യൂ റീപ്ലേസിങ് ദ ലോസ്റ്റ് ടിഷ്യൂ, എ സ്കാർ വിൽ റിമൈൻ. അവിടെ എന്ത് ചെയ്യും? മുറിവിൻ്റെ പാട് അവശേഷിക്കും. അവിടെ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? ആർജിത പ്രതിരോധം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, അപ്പോൾ അക്വേർഡ് ഇമ്മ്യൂണിറ്റി വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, പ്രത്യേക പ്രതിരോധം. മറ്റേതിനെ എന്താ വിളിക്കുന്നത്? പൊതുവായ പ്രതിരോധമൊന്നും വിളിക്കാം. ഏതാ? നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നു, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതിനെ പൊതുവായ പ്രതിരോധം അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, ദിസ് ഈസ് എ ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത്. എന്നതിന് ശേഷമാണ്, ജനനത്തിന് ശേഷം നമ്മൾ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ സംവിധാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ദിസ് ഇമ്മ്യൂൺ മെക്കാനിസം സ്പെസിഫിക്കലി റെക്കഗ്നൈസസ് ആൻഡ് ഡിഫെൻഡ് ആൻറ്റിജൻസ് ലൈക്ക് ദ പാത്തജൻസ് ദാറ്റ് എൻ്റർ ദ ബോഡി. ആൻറ്റിജനുകൾ അതല്ലെങ്കിൽ രോഗാണുക്കൾ അപ്പോൾ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എന്നതിനാൽ ഇതിനെ നമ്മൾ എന്തോ ചെയ്യാറുണ്ട്? പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാറുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് കൊല്ലാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ
സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധത്തിനുണ്ട്. ഈ പ്രത്യേക പ്രതിരോധത്തിനകത്ത് വരുന്നത് പ്രധാനമായും നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ മുകളിൽ ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നല്ലോ, ലിംബോസൈറ്റ്. അപ്പോൾ ലിംബോസൈറ്റാണ് ഇവിടെ എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസത്തിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലിംബോസൈറ്റുകൾ പ്രധാനമായിട്ടും 2 എണ്ണമാണുള്ളത്, ടി ലിംബോസൈറ്റും ബി ലിംബോസൈറ്റും. ഓക്കെ, ടി ലിംബോസൈറ്റും ബി ലിംബോസൈറ്റും. അതായത് എവിടെ വെച്ചാണോ, ഇത് ഓർത്ത് വെച്ചേക്കുക, ലിംബോസൈറ്റുകൾ എവിടെ വെച്ചാണോ അത് പാകപ്പെടുന്നത്, അതല്ലെങ്കിൽ എന്താകുന്നത്, മെച്വർ ആകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിംബോസൈറ്റുകൾക്ക് പേര് വരുന്നത്. അപ്പോൾ 2 തരം ലിംബോസൈറ്റാണ് ഉള്ളത്, ബി ലിംബോസൈറ്റും ടി ലിംബോസൈറ്റും. അപ്പം ഉണ്ടാകുന്നത് ബി ലിംബോസൈറ്റ് ആയാലും ടി ലിംബോസൈറ്റ് ആയാലും ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ മാരോ അഥവാ അസ്ഥി മജ്ജയിലാണ്. എന്നാൽ ഇവർ മെച്വറാകുന്നത്, പാകമാകുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ബി ലിംബോസൈറ്റ് ആണെങ്കിൽ ബോൺ മാരോയിൽ വെച്ച് തന്നെ പാകമാകും, അതുകൊണ്ട് അതിനെ ബി ലിംബോസൈറ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മുടെ തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മെച്ചറാവുകയാണെങ്കിൽ ആ ലിംബോസൈറ്റിനെ ടി ലിംബോസൈറ്റ് എന്നും വിളിക്കും. നമ്മൾ തൈമസ് ഗ്ലാൻഡ് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിനകത്തുണ്ടായിരുന്നല്ലോ തൈമസ് ഗ്ലാൻഡ്, തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കാര്യമൊക്കെ, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ആ തൈമസ് ഗ്ലാൻഡിൽ വെച്ച് തന്നെയാണ് ആര് മെച്ചുറാകുന്നത്, ടി ലിംബോസൈറ്റുകൾ മെച്ചുറാകുന്നത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പം അവിടെ കിടക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ബി ലിംബോസൈറ്റ് ഫ്രം ഫോം ആൻഡ് മെച്ചുവർ ഇൻ ബോൺ മാരോ. ഫോം ആകുന്നത്, ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്, അതുപോലെ തന്നെ അതിൻ്റെ പാകമാകുന്നതും ബോൺ മാരോയിലാണ്. പ്രൊഡ്യൂസ് പ്രോട്ടീൻ കാൾഡ് ആൻറ്റിബോഡീസ് വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് ആൻറ്റിജൻ. ഈ രോഗാണുക്കൾ ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത് ആരാണ്, ബി ലിംബോസൈറ്റിൻ്റെ പണിയാണ്. അപ്പോൾ ബി ലിംബോസൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്രൊഡ്യൂസ് പ്രോട്ടീൻ കാൾഡ് ആൻറ്റിബോഡീസ്. എന്താണ്, പ്രോട്ടീനുകളായ ആൻറ്റിബോഡികൾ, ആൻറ്റിജൻ രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ഇത്, ആൻറ്റിബോഡി. ഇനി രണ്ടാമത്തെ ടി ലിംബോസൈറ്റിലേക്ക് പോകാം. ഫോം എവിടെയാണ് ഉണ്ടാകുന്നത്, ഫോർമേഷൻ എവിടെ വെച്ചിട്ടാണ്, താഴെ ബോക്സ് കിടപ്പുണ്ട്, അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക്. ഫോർമേഷൻ എവിടെ വെച്ചിട്ട്, ആ ബോൺ മാരോയിൽ വെച്ച്. പക്ഷേ മെച്ചുറേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, തൈമസ് ഗ്ലാൻഡിൽ വെച്ച്. അവൻ്റെ പണി എന്താ, ടി ലിംബോസൈൻ്റെ, ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ദ ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസർ സെൽസ്. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെ വരെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ട്, ടി ലിംബോസൈറ്റിന് കഴിവുണ്ട്. ഓക്കെ, ഇത് കൂടുതലും യുവാക്കളിലൊക്കെ ആണ് ഈ തൈമസ് ഗ്ലാൻഡൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് കൗമാര കാലഘട്ടമൊക്കെ കഴിഞ്ഞ് യുവത്വത്തിലോട്ടൊക്കെ കടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേന് പതുക്കെ നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ഇങ്ങനെ കൺസ്ട്രിക്റ്റ് ചെയ്തു പോകും, ചുരുങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ പ്രായമായി പോകും തോറും നമ്മുടെ പ്രതിരോധശേഷി പതുക്കെ കുറഞ്ഞു വരാനൊരു കാരണക്കാരനും ഏതാണ്, ഈ തൈമസ് ഗ്ലാൻഡിൻ്റെ കൺസ്ട്രിക്റ്റാണ്, അതായത് ചുരുങ്ങിപ്പോകുന്നതാണ്. തൈമസ് ഗ്ലാൻഡ് അതിനകത്തുണ്ടാകുന്ന ഹോർമോണാണ് തൈമോസിൻ, യുവത്വ ഹോർമോൺ, യൂത്ത് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ പയ്യെ എന്ത് ചെയ്യും, ഇത് ചുരുങ്ങിപ്പോവും. പ്രായമാകുന്നതിനനുസരിച്ച് ഇത് ചുരുങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നതിനനുസരിച്ച് എന്തോ സംഭവിക്കും, നമ്മുടെ പ്രതിരോധശേഷിയിലും കുറവ് വരും. കാര്യം ഈ ടി ലിംബോസൈറ്റുകളുടെയൊക്കെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, മെച്ചുറേഷനൊന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.